ഹലോ എവ്രി വൺ, ഞാനിപ്പം കാനഡയിലെ ബ്രാംപ്ടണിലെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ബസ്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം എനിക്ക് നാട്ടിൽ നിന്ന് മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ പോകണം എന്ന്. അപ്പം ഞാൻ ബസ്സിലിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. പക്ഷെ ഫുള്ള് കേൾക്കാൻ പറ്റാത്ത സംഭവമായത് കാരണം, അതായത് ഒന്നും ക്ലിയർ അല്ലായിരുന്നു ബസ്സിലായത് കാരണം, ഭയങ്കര നോയ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ള കാരണം ഞാനതങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം ഒരു വോയിസ് ഓവറായിട്ട്. ഞാനിവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 ബസ് എടുത്തിട്ട് പോകേണ്ടുള്ള ദൂരം ഉണ്ടായിരുന്നു ഈ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലേക്ക്. ഞാൻ വന്ന മന്തെന്ന് പറയുന്നത് ഡിസംബറിലാണ്. ഞാൻ വന്ന ജാനിൻടേക്കിലാണ് ഞാൻ ഇവിടെ എൻറോൾ ചെയ്തിരുന്നത്. പക്ഷേ അന്നേരം തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു പോകണമെന്ന്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ വെച്ച് ഞാനിങ്ങനെ ഓരോരുത്തരുടെ വ്ളോഗ്സൊക്കെ കാണുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിക്കുമായിരുന്നു പോകണം എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ തീരുമാനിച്ച് രാവിലെ എന്നെ എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വിളിച്ച് ഉണർത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ എണീറ്റില്ല, ലേറ്റായിപ്പോയി. 7:30 ആയപ്പോഴത്തേക്ക് ഞെട്ടി എങ്ങനെയൊക്കെയോ പോയി. ഒരു 2 hours ഇല്ല, 1.5 hours ഞാൻ അവിടെ അങ്ങ് എത്തി. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. ഫിലെക്സ് നാട്ടിലെ അമ്പലം, ഗുരുവായൂർ അമ്പലം പോലെ തോന്നില്ല, എന്നാലും അങ്ങനെ ഞാൻ ഗുരുവായൂരപ്പൻ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഞാനൊരു 7:45 ആയപ്പോൾ ഇറങ്ങിയത്, ഇപ്പം ഒരു 8:45 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ജാക്കറ്റ് ഹാങ് ചെയ്യാൻ സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ അമ്പലത്തിലെത്തി നടക്ക് നേരെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ അങ്ങനെ വിഗ്രഹം കാണിച്ച് വീഡിയോ എടുത്തുകൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ആനയുടെ നെറ്റിപ്പട്ടമൊക്കെ വെച്ച് ആനയെ ഇങ്ങനെ ആക്കിയത്. പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറുണ്ട് അവിടെ, കൃഷ്ണ വിഗ്രഹം, വിളക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. പിന്നെന്താ, ശരിക്കും നാട്ടിലെ അമ്പലത്തിലെ പോലെ തന്നെ നമ്മുടെ സപ്താഹമൊക്കെ നടത്തുന്ന പോലത്തെ ഒരു മണ്ഡപം. പിന്നെ ഇവിടെ മെയിനായിട്ട് കൃഷ്ണനാണ്, പിന്നെ ഗണപതി, ഭദ്ര ഒക്കെയാണ് മറ്റ് പ്രതിഷ്ഠകളായിട്ടിവിടെ ഉള്ളത്. നാട്ടിലെ അമ്പലങ്ങളിലെ പോലെ തന്നെ ഇവിടെ ഒരു മണ്ഡപമുണ്ട്, പൂന്താനം കലാവേദി എന്ന് പറഞ്ഞിട്ട്. ഇനി സപ്താഹമൊക്കെ നടത്തുന്നതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ തുലാഭാരം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പ്രസാദമായിട്ട് ചന്ദനം കിട്ടി, പിന്നെ കൽക്കണ്ടം അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയാണ്. പിന്നെ അവിടെ ഭിത്തിയിലിങ്ങനെ കുറേ ഫോട്ടോസുണ്ട്, കുഞ്ഞുങ്ങൾ വരച്ച കുറേ പടങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇനി എന്തെങ്കിലും പരിപാടിയുടെ ആണോ എന്നറിയത്തില്ല. പിന്നെ എനിക്കവിടെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്ത കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അതിൽ നിന്ന് എനിക്കൊരു കുഞ്ഞ് വിളക്ക് കിട്ടി. അവിടെ ഒരു ചേട്ടൻ, എനിക്ക് മലയാളി ചേട്ടൻ എടുത്ത് തന്നതാണ്. പിന്നെ അവിടെ ഒരു സ്റ്റോറുണ്ട്, കൃഷ്ണ വിഗ്രഹം, വിളക്ക്, നാമജപിക്കുന്ന പുസ്തകങ്ങൾ ഒക്കെ ആയിട്ട്. പിന്നെ പുറമേ നോക്കുമ്പം ഒരു വീട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ തന്നെയാണ്. പുറമേ നോക്കിയാൽ അങ്ങനെ തോന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് എന്തായാലും നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടായി. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പം എന്തായാലും ചുരിദാറൊക്കെ ഇട്ടല്ലേ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് പാർക്കിലൊക്കെ പോയി എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിപ്പോയി. അവൾ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. പിന്നെന്താ, അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.